ഗോഡ് വാലി ഈസ് ത്രില്ലർ ബാർക്ക്. ഇതും ഒരു ഔട്ട്ഡേറ്റഡ് തിയറിയാണ്. ഈ തിയറി ആരാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ തിയറി എപ്പോഴാണ് പൊങ്ങി വന്നത് എന്ന് അറിയാമോ? ഗോഡ് വാലി എവിടെയായിരുന്നു എന്ന് റിവീൽ ആയപ്പോഴാണ് ഈ തിയറിക്ക് കൂടുതൽ ശക്തി കിട്ടിയത്. നമുക്കറിയാം ഗോഡ് വാലി വെസ്റ്റ് ബ്ലൂവിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഗോഡ് വാലി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അപ്പോഴാണ് ഈ ഒരു കാര്യം ആൾക്കാർ ശ്രദ്ധിച്ചത്. ത്രില്ലർ ബാർക്ക് എന്ന ഐലൻഡും വെസ്റ്റ് ബ്ലൂവിൽ തന്നെയാണ് മോറിക്ക് കിട്ടിയത്. സോ ഇതായിരുന്നു തിയറിന്റെ തുടക്കം. പക്ഷെ ഈ ഒരൊറ്റ പോയിന്റ് കൊണ്ട് മാത്രം ഗോഡ് വാലിയാണ് ത്രില്ലർ ബാർക്ക് എന്ന് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടെയും പല ആൾക്കാരും ശ്രദ്ധിച്ചത്. ത്രില്ലർ ബാർക്കിലെ സോംബി ജനറൽസ്, ഗെക്കോ മോറിയന്റെ സോംബി ജനറൽസ് പലരും റോക്സ് പൈററ്റ്സിലെ മെമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ ജോൺ, ഗിൽ ബാസ്റ്റാർഡ്, ഗാൻസുവി, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഡെഡ് ബോഡി ഗെക്കോ മോറിയയ്ക്ക് എവിടെ നിന്ന് കിട്ടി? ത്രില്ലർ ബാർക്ക് ഗോഡ് വാലി ആണെങ്കിൽ ഇറ്റ് മേക്സ് സെൻസ്. കാരണം ഈ പൈററ്റ്സ് എല്ലാം ഗോഡ് വാലി വെച്ച് മരിച്ചവരാണെങ്കിൽ അങ്ങനെയായിരിക്കാം ഗെക്കോ മോറിയയ്ക്ക് ഈ ഡെഡ് ബോഡീസ് എല്ലാം കിട്ടിക്കാണുക. പക്ഷെ ഇപ്പോൾ ഈ തിയറിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന കുറെ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ശരിക്കുള്ള ചോദ്യം ഇതാണ്. ത്രില്ലർ ബാർക്ക് ഗോഡ് വാലി ആണെങ്കിലും അല്ലെങ്കിലും അത് വെസ്റ്റ് ബ്ലൂയിൽ നിന്നാണ് എന്നുള്ളത് കൺഫേംഡ് ആണ്. ഈ വെസ്റ്റ് ബ്ലൂവിൽ കിടക്കുന്ന ഈ ഐലൻഡ് ഗെക്കോ മോറിയ എങ്ങനെയാണ് ഗ്രാൻഡ് ലൈനിലേക്ക് കൊണ്ടുവന്നത്? നമ്മൾ ഗ്രാൻഡ് ലൈനിന്റെ എൻട്രൻസ് കണ്ടിട്ടുള്ളതാണ്. ഗ്രാൻഡ് ലൈനിലേക്കുള്ള എൻട്രൻസ് ഒരു വളരെ തിന്നായിട്ടുള്ള എൻട്രൻസ് ആണ്. ആ വഴി കൂടെ ഒരിക്കലും ത്രില്ലർ ബാർക്ക് പോലത്തെ ഒരു ഐലൻഡ് സൈസ് ഷിപ്പ് കടക്കൂല. പിന്നെ എങ്ങനെയായിരിക്കാം ആ ഷിപ്പ് ഗ്രാൻഡ് ലൈൻ വരെ എത്തിയത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.